ശബരിമലയിൽ നിന്ന് ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം കടന്നു. രാത്രി 10 മണി വരെ 1,370,000 പേരാണ് സന്നിധാനത്തെത്തിയത്. മണ്ഡലകാലം തുടങ്ങി രണ്ടാം തവണയാണ് തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം കടക്കുന്നത്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീഷ്, കഴിഞ്ഞ ദിവസം അവധി ദിവസമായിട്ട് പോലും വളരെ കുറവ് ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയത്. പക്ഷേ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ സുഗമമായപ്പോൾ കൂടുതൽ ഭക്തരെത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളത്തെ നിയന്ത്രണങ്ങൾ, സ്പോട്ട് ബുക്കിംഗിലെ ക്രമീകരണം എങ്ങനെയാണ്? ഗോകുൽ, തീർച്ചയായും. കാരണം ശനി ഞായർ ദിവസങ്ങളിൽ സാധാരണ ശബരിമലയിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് പൊതുവെ കുറവായിരുന്നു ശബരിമലയിൽ. പക്ഷേ ഇന്ന് വലിയ തീർത്ഥാടന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. ഇതുവരെ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ കണക്ക് വ്യക്തമാക്കുന്നത്. ഏറ്റവും അവസാനമായി പുറത്തു വന്നത് രാത്രി 10 മണിവരെയുള്ള കണക്കാണ്. 1,370,000 തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 11 മണിക്ക് നട അടയ്ക്കും. ഇപ്പോൾ ശബരിമല നട അടച്ചിട്ടുണ്ട്. ഏകദേശം 1,10,10,000 തീർത്ഥാടകർ ഇന്ന് ദർശനം നടത്തിയിട്ടുണ്ടാകും എന്നതാണ് അനൌദ്യോഗികമായ കണക്കുകൾ ഇപ്പോൾ ലഭ്യമാകുന്നത്. 16,000 തീർത്ഥാടകർക്ക് ഇന്ന് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ട് മറ്റ് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരുന്നു. തീർത്ഥാടകർക്ക് അധികം ക്യൂ നിൽക്കാതെ തന്നെ ദർശനം സാധ്യമായി എന്നതാണ് തീർത്ഥാടകർ അറിയിച്ചിരിക്കുന്നത്. നാളെ ഇന്നത്തെ തിരക്ക് കൂടി പരിഗണിച്ച് നാളെ സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ 70,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴിയും 5,000 തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമായിരിക്കും ദർശനം അനുവദിക്കുന്നത്. അതിനപ്പുറം തീർത്ഥാടകരെ സ്പോട്ട് ബുക്കിംഗ് വഴി കടത്തി വിടില്ല എന്നുള്ള ഒരു തീരുമാനമാണ് നിലവിൽ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി സംസ്ഥാന പോലീസ് മേധാവി ശബരിമല സന്നിധാനത്ത് എത്തിയിരുന്നു. സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തിയിരുന്നു. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് എന്നതാണ് അദ്ദേഹം പ്രതികരിച്ചത്. എല്ലായിടങ്ങളിലും കൃത്യമായി സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഈ തിരക്ക് അനുസരിച്ചായിരിക്കും സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം കൊണ്ടുവരികയെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ശബരിമല സന്നിധാനത്തില്ല. തീർത്ഥാടകർ വളരെ സുഗമമായ രീതിയിൽ തന്നെ ദർശനം നടത്തി മടങ്ങുന്നുണ്ട്. ശരി, MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് വീണ്ടും തിരക്കേറുകയാണ്. ഇന്ന് 1 ലക്ഷത്തിലധികം ഭക്തർ ദർശനം നടത്തിയെന്ന വിവരമാണ് MG പ്രതീഷ് പങ്കുവയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.